അതും PSC ഉദ്യോഗസ്ഥർക്കെതിരെ. ഇതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം 58 മാർക്കിന്റെ ഉത്തരങ്ങൾ ഒഴിവാക്കി. അതുമായി ബന്ധപ്പെട്ടാണ് മറ്റു ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി മുന്നോട്ട് വന്നത്. എന്തുകൊണ്ട് 10 ചോദ്യങ്ങൾ 58 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഒഴിവാക്കി എന്നതായിരുന്നു SITക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 1ാം റാങ്കുകാരൻ ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരവും തെറ്റിച്ചു. അതായത് ചിലത് അയാൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് ഉത്തരം തെറ്റായിരുന്നു. പക്ഷേ ആ ചിലത് എഴുതാൻ വിട്ടുപോയി. അങ്ങനെ 10 ചോദ്യങ്ങൾ എഴുതിയില്ല. അതായത് അയാൾക്ക് 1ാം റാങ്കുകാരന് 58 മാർക്കും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 1ാം റാങ്കുകാരനെ സഹായിക്കാനായി പരീക്ഷ എഴുതിയ മറ്റുപേരുടെയും ഇതേ 10 ചോദ്യങ്ങൾ 58 മാർക്കിന്റെയും ചോദ്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരം ഇവിടെ ചോർച്ചല്ല, ലീക്കില്ല, ക്രമക്കേടുകളേ ഉള്ളൂ. ആ ചോദ്യം വെട്ടിമാറ്റും. എല്ലാത്തിനും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള സ്റ്റൈലുണ്ട്. ആ പക്ഷത്തിന്റെ സ്റ്റൈൽ വെച്ചിട്ടുള്ള കളിയാണ്. അല്ലാണ്ട് ഇവിടെ കച്ചവടമൊന്നുമല്ല. അവിടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യണതാണ്. അതിൽ നമുക്ക് ഇഷ്ടം പോലെ ക്യാപ്സ്യൂളുകളും ഉണ്ട്. പിന്നെന്താ പേടി? ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും ഉഷാറായിട്ട് ഇനി എത്ര 10-20 ചോദ്യങ്ങൾ വെട്ടിയാൽ എന്താ കുഴപ്പം അല്ലേ? നമുക്ക് എല്ലാവരുടെ പോരാടണേ, ക്രമക്കേട് നടത്താം, ചോർച്ച പറ്റാത്തുള്ളൂ. അതാണ് ഇവിടെ ക്യാപ്സ്യൂൾ. നന്ദി, നമസ്കാരം.